നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ചാപ്റ്ററാണ് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. റവന്യൂ എന്താണെന്ന് നമുക്കറിയാം. റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ് അതിൽ വരുന്നതാണ് റവന്യൂ എന്നുള്ളത്. ഈ റവന്യൂ എങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിൻ്റെ നാച്ചർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത് NDAS 115. ഇപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെയിൻ പ്രിൻസിപ്പൽ ഇൻകം ഫ്രം പ്രിൻസിപ്പൽ ആക്ടിവിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഒരു എൻറ്റിറ്റിയുടെ പ്രിൻസിപ്പൽ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് എന്ന് പറയുന്നത് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? എല്ലാ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നാച്ചർ എന്താണ്, എമൗണ്ട് എന്താ, ടൈമിംഗ് എന്താണ്, അൺസർട്ടനിറ്റി ഓഫ് ദ റവന്യൂ ഫ്രം കസ്റ്റമേഴ്സ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനും ദെൻ കസ്റ്റമറും തമ്മിലുള്ള എന്തെങ്കിലും ഡീല് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ആ അൺസർട്ടനിറ്റി എങ്ങനെ ഡീൽ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത് NDAS 115. ഈ സ്റ്റാൻഡേർഡ് സ്കോപ്പ് എന്താണ്? ഈ സ്റ്റാൻഡേർഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റാൻഡേർഡ് ഡീൽസ് ഓൾ കസ്റ്റമർ കോൺട്രാക്ട്. എല്ലാ കസ്റ്റമറായിട്ടുള്ള കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ലീസ് കോൺട്രാക്ട്, ഇൻഷുറൻസ് കോൺട്രാക്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് അതർ കോൺട്രാക്ച്വൽ റൈറ്റ്സ്, പിന്നെ അതേപോലെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇതിൻ്റെ സെയിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല നോൺ മോണിറ്ററി എക്സ്ചേഞ്ചുകളും കസ്റ്റമറായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഏതിൽ പെടില്ല? ഈ NDAS 150 എന്നുള്ള സ്റ്റാൻഡേർഡിൽ പെടില്ല. അപ്പോൾ എന്താണ് ബാക്കി എല്ലാ കസ്റ്റമർ കോൺട്രാക്ട്സുകളും ഏത് സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിലാണ്? NDAS 150 എന്നുള്ള സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിലാണ്. ഇനി എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റവന്യൂ എങ്ങനെ റെക്കോർഡ് ചെയ്യും? റവന്യൂ എന്നുള്ളത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 സ്റ്റെപ്സ് മോഡൽ ക്ലിയർ ആയിരിക്കണം. എന്തൊക്കെയാണ് 5 സ്റ്റെപ്സ് മോഡൽ എന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ 5 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമറും ബിസിനസ്സിൽ, ഇപ്പം ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ പേര് A കമ്പനി എന്നുള്ളതാണ്. A കമ്പനി എന്നുള്ളത് ഞാനും കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഞങ്ങൾ തമ്മിൽ എഗ്രി ചെയ്യണം. ഐഡന്റിഫൈ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. എന്താണ് അതിൽ കൊടുക്കുന്നത്? ഇപ്പോൾ TV ആണെങ്കിൽ TV ആണ് ഇവിടുത്തെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. എന്താണ് കൊടുക്കുന്നത് അതിന് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ദെൻ TVക്ക് എത്രയാണ് പ്രൈസ്, അതാണ് മൂന്നാമത്തെ. ഡിറ്റർമിൻ ദ ട്രാൻസാക്ഷൻ പ്രൈസ്. ആ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണം. ഇനി അതിൽ ഇതിൻ്റെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ TVയും അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, 3 ഇയർ ഫ്രീ വാറണ്ടി സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്? അതാണ് നാലാമത്തേൽ പറയുന്നത്. അഞ്ചാമത്തെ പറയുന്നത് റെക്കഗ്നൈസ് റവന്യൂ. റവന്യൂ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ചിലപ്പോൾ പെട്ടെന്നായിരിക്കും റവന്യൂ കിട്ടുക, സെയിൽസിന് എമൗണ്ട് പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഈ 5 കാര്യങ്ങളിലൂടെയാണ് എന്ത് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് അപ്രൂവ്ഡ് ടു ദി കോൺട്രാക്ട്. അതായത് ഇപ്പം ഞാനൊരു എൻ്റെ കമ്പനി A കമ്പനി എന്നാണ്, കസ്റ്റമറാണ്. ഇതാണ് ഇവിടുത്തെ പാർട്ടി. 1 പാർട്ടി എന്നാണ് ഞാനും, 2nd പാർട്ടി എന്നാണ് കസ്റ്റമർ. ഇവർ രണ്ടുപേരെയും എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ആരൊക്കെയാണ് ഇവിടുത്തെ പാർട്ടീസ് എന്നുള്ളത്. then parties are committed to performing their respective obligations. ഇപ്പോൾ A കമ്പനിയുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് സെൽ TV ടു ദ കസ്റ്റമർ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? വ്യക്തമാക്കിയിരിക്കണം. ഈച്ച് പാർട്ടീസ് റൈറ്റ് ദെൻ പേയ്മെന്റ് ഫോർ ദ കോൺട്രാക്ട് ഈസ് ഐഡന്റിഫൈഡ്. പേയ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ തമ്മിലുള്ള പാർട്ടികൾ തമ്മിലുള്ള ആ ഒരു ഡീലിങ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസിലായിരിക്കണം. ഇല്ലീഗലി ആവാൻ പാടില്ല, അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല. ഇപ്പോൾ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ. പിന്നെ പ്രോബബിൾ കളക്ഷൻ ഓഫ് ദ കൺസിഡറേഷൻ ഓഫ് ദ എൻറ്റിറ്റി. ചിലപ്പോൾ മേ ബി എന്ത് ചെയ്യാം, പ്രോബബിൾ ഫ്യൂച്ചറിലായിരിക്കും ഇതിൻ്റെ കളക്ഷൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ഐഡന്റിഫൈ ദ സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻസ്. എന്താണ് ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു
ഞാൻ എക്സാമ്പിളിലൂടെ പറയാം. ഒരു ടി വി യൂണിറ്റ്, ഈ ടി വി യൂണിറ്റ് ആണ് സെല് ചെയ്യുന്നത്. ഈ ടി വി യൂണിറ്റ് എനിക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് അത് ഈ ടി വി യൂണിറ്റ് പെർഫോം ചെയ്ത് നോക്കാം. പെർഫോം ചെയ്ത് കഴിയുമെങ്കിൽ ദിസ് ഇസ് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ്. ഓക്കെ, ദെൻ ടി വി യൂണിറ്റിന്റെ കൂടെ കേബിളും കൂടെ കൊടുത്താൽ ഇത് പെർഫോം ചെയ്യുന്നുള്ളെങ്കിൽ അപ്പം എന്താണ്, ടി വി കേബിളും കൂടെ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ്. ഇനി കേബിൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇത് അതായത് കേബിൾ ഇല്ലാതെ പോലും എന്ത് ചെയ്യുന്നത് ടി വി പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നാണ് ഇവിടെ രണ്ട് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം, ഇതിന്റെ തിയറി നോക്കാം. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഈ കോൺട്രാക്ട് ഇൻക്ലൂഡ്സ് പ്രോമിസസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു എ കസ്റ്റമർ. എന്താണ് നമ്മൾ കസ്റ്റമറോട് പ്രോമിസ് ചെയ്യുന്നത്? അപ്പോൾ ടി വി യൂണിറ്റ് സെല് ചെയ്യാൻ ഇവിടുത്തെ ടി വി യൂണിറ്റ് ആണ് ഇവിടുത്തെ പ്രോമിസസ് എന്ന് പറയുന്നത്. ദോസ് പ്രോമിസസ് ആർ കോൾഡ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പോൾ എന്താണ് നമ്മൾ എന്താണ് പ്രോമിസ് ചെയ്യുന്നത് അതിനെയാണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം. എ കമ്പനി വുഡ് അക്കൗണ്ട് ഫോർ എ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സെപ്പറേറ്റ്ലി ഓൺലി ഇഫ് ദ പ്രോമിസ്ഡ് ഗുഡ്സ് ഓർ സർവീസസ് ഇസ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ കേബിളും ദെൻ ടി വിയും, ഈ കേബിളും ടി വിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ടി വി ആൻഡ് കേബിൾ സെപ്പറേറ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ രണ്ട് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ടി വിയും അതിൻ്റെ കൂടെ ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ടി വി സെപ്പറേറ്റ് പെർഫോം ചെയ്യാൻ പറ്റും, ഫ്രീ സർവീസ് സെപ്പറേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ചില കമ്പനികൾ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ചെയ്യാൻ ടി വി മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ. ചിലവരെന്ത് ചെയ്യും, അതിന് കൂടെ ഫ്രീ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ചിലവരെന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഗുഡ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ചാർജ് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. നമുക്കിങ്ങനെ ഫ്രീ ഓഫറിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക അത് ഫ്രീ ആയിട്ട് കിട്ടും, പക്ഷെ അത് ഫ്രീ ആയിട്ടല്ല, അതിനുള്ള ചാർജ് അവരെന്ത് ചെയ്യണം, അവർ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടെന്ന കാര്യമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഫർ ചെയ്യുന്നത്, ആ ഓഫർ ചെയ്യുന്നത് ചിലപ്പോൾ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടോ മൂന്നോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഒന്നിച്ച് എന്ത് ചെയ്യാം, ഓഫർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടണം. ഇത് ഗുഡ്സ് ഓർ സർവീസസ് ഐദർ ഓൺ ഇറ്റ്സ് ഓൺ, ഒന്നെങ്കിൽ ഒറ്റക്കായിട്ട് ബെനിഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ടുഗദർ ആയിട്ട് ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ടി വിയും കേബിളും അത് ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്, വിത്ത് അതർ റിസോഴ്സസ് ദാറ്റ് ആർ ഓൾറെഡി അവൈലബിൾ ടു ദ കസ്റ്റമർ. അതാണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. The entity promises to transfer goods or services to customer is separately identifiable from other promises. ഒരു പ്രോമിസസും അതർ പ്രോമിസസ്, അപ്പോൾ വാറണ്ടി എന്ന് കൊടുക്കുന്ന പ്രോമിസസ് എന്നാണ് ടി വി കൊടുക്കുന്ന പ്രോമിസസ്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് എക്സിസ്റ്റ് ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ആണ് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം. ഐറ്റം എ കനോട്ട് ബി യൂസ്ഡ് വിതൗട്ട് ഐറ്റം ബി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ടി വി യൂസ് ചെയ്യാൻ പറ്റില്ല എന്തില്ലാതെ, വിത്തൗട്ട് കേബിൾ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദിസ് ഇസ് എ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ദാറ്റ് ഈസ് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഐറ്റം എ ക്യാൻ ബി യൂസ്ഡ്, അപ്പോൾ ടി വി യൂസ് ചെയ്യാം വിത്തൗട്ട് കേബിൾ ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഇത് ടി വിയും കേബിളും കൊടുക്കുകയാണെങ്കിൽ എന്താണ്, രണ്ട് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. കാരണം ടി വി എങ്ങനെ യൂസ് ചെയ്യാം, കേബിൾ ഇല്ലാതെയും യൂസ് ചെയ്യാം. പക്ഷേ കേബിൾ ഉണ്ടായാലേ ടി വി യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഇസ് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ദിസ് ഇസ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ്ലി അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ആ തരുന്ന സാധനത്തെ അല്ലെങ്കിൽ തരുന്ന സർവീസിന് എന്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ്, വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ദെൻ തേർഡ് വൺ ഈസ് ഡിറ്റർമൈൻ ദ ട്രാൻസാക്ഷൻ പ്രൈസ്. അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ പ്രൈസ് മേ ബി എന്ത് ചെയ്യുക, വേരിയബിൾ കൺസിഡറേഷൻ ആവും. അതായത് ഓരോരുത്തർക്കും ഓരോ, ഞാനൊരു കമ്പനിയാണ്, ഒരു കമ്പനി ടി വി വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഞാൻ ടി വി സിംഗിളായിട്ട് വിൽക്കണമെങ്കിൽ എനിക്കൊരു പ്രൈസ് ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ ബൾക്കായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിന് വേറൊരു പ്രൈസ് ആയിരിക്കും. അപ്പോൾ കൺസിഡറേഷൻ പറഞ്ഞാൽ വേരി ചെയ്യാം. ഇൻക്ലൂഡിങ് റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് കോണ്ടിജന്റ് എമൗണ്ട്
കിട്ടുന്ന എമൗണ്ട് എന്താണോ അതിനനുസരിച്ച് എന്തെങ്കിലും വേരി ചെയ്യാം. ഇൻ അഡീഷൻ ടു എഫക്റ്റും അതുകൂടാതെ എന്തെങ്കിലും കസ്റ്റമർ ചിലപ്പോൾ എന്ത് ചെയ്യാം പോയിന്റ് ഇൻ ടൈമിൽ, അതായത് ആ സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും പേയ്മെന്റ് തരാം, ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് തരാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവ ക്രെഡിറ്റ് റിസ്ക്കും ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ആ ട്രാൻസാക്ഷൻ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. വേരിയബിൾ കോണ്ടിജന്റ് amount are only included where it is highly probable that it no reversal of revenue when any uncertainty associated with the variable consideration is resolved. വേരിയബിൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതും കൂടെ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ട്രാൻസാക്ഷൻ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ. വേരിയബിൾ കൺസിഡറേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക, റിബേറ്റ് പ്രൊവൈഡ് ചെയ്യുക, റീഫണ്ട്, പ്രൈസ് കൺസെഷൻസ്, ക്രെഡിറ്റ് കൊടുക്കുക, ആൻഡ് പെനാൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒന്നും കൂടെ പറയാം. ഇപ്പൊ TV യൂണിറ്റ് ഞാൻ $500 സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത്. വേരിയബിൾ കൺസിഡറേഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ 200 TV യൂണിറ്റിന് എന്ത് ചെയ്തു, എനിക്ക് ഒരു ഓഫർ തന്നു. അപ്പൊ അയാൾ പറയാണ് സിംഗിൾ ആയിട്ടാണ് 500, 200 യൂണിറ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നത്, ബൾക്ക് പർച്ചേസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും എന്ത് ചെയ്യണം, വില കുറച്ച് തരണം പറയണം. അപ്പൊ 200 TVക്ക് ഞാൻ എത്ര ചാർജ് ചെയ്യുന്നുള്ളൂ, $400 ചാർജ് ചെയ്യുന്നുള്ളൂ. ദിസ് ഇസ് വെരി. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, ടൈം വാല്യൂ ഓഫ് മണി. ചിലപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമർ ഒരു $500 വരുന്ന കസ്റ്റമർ എന്ത് ചെയ്യും, 250 ഇപ്പം എനിക്ക് തരും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യും 250 തരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 250 തന്നാൽ പോരാ, ടൈം വാല്യൂ ഉണ്ട്, റിസ്ക് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് $300 എനിക്ക് തന്നിരിക്കണം. പിന്നെ അതേപോലെ ചിലപ്പോൾ നോൺ ക്യാഷ് കൺസിഡറേഷൻ ഉണ്ടാവാം. TV യൂണിറ്റിന് പകരം വേറെ എന്തെങ്കിലും സാധനമാണ് എനിക്ക് തരുന്നത്, ഒരു ഫർണിച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തരുന്നതെങ്കിൽ എന്താണോ ആ ഫർണിച്ചറിന്റെ ഫെയർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ, അതാണ് ഞാൻ കൺസിഡറേഷൻ ആയിട്ട് തരുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം ഞാനൊരു കമ്പനി TV യൂണിറ്റ് സെല് ചെയ്യാം. TV യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ടാക്സും കൂടെ ജി എസ് ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ $500 പ്ലസ് ഒരു $50 എന്താണ് GST ആണ്. GST ആയിട്ട് വാങ്ങുന്നത് തേർഡ് പാർട്ടിക്ക് വേണ്ടി കളക്ട് ചെയ്യുന്നതാണ്. ഈ തേർഡ് പാർട്ടി കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, റവന്യൂയുടെ പാർട്ടാവുന്നില്ല. റവന്യൂയുടെ പാർട്ടാവുന്ന ഓൺലി $500 മാത്രമാണ്. ഓക്കെ. ദെൻ ഫോർത്ത് സ്റ്റെപ്സ് ആണ് അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ്. ഈ വാങ്ങിയ റവന്യൂ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, പെർഫോമൻസ് ഒബ്ലിഗേഷൻസിന്റെ പേരിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. വൺ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണെങ്കിൽ, അത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെല് ചെയ്യുമ്പോൾ ഇപ്പോൾ TV ആണെങ്കിൽ ആ TV യൂണിറ്റിന്റെ കൂടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്, അത് കുറേ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടേം വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആദ്യം ഡിറ്റർമിൻ ചെയ്യും. സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളത് ഫിക്സ് ചെയ്യണം. പിന്നെ അതുകൂടാതെ അപ്പോൾ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഓർ സർവീസസ് ഈസ് നോട്ട് സോൾഡ് സെപ്പറേറ്റ്ലി. ഇവിടെ നമ്മൾ സെപ്പറേറ്റ്ലി അല്ലെങ്കിൽ ദ കമ്പനി വുഡ് ഹാവ് എസ്റ്റിമേറ്റ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെപ്പറേറ്റ്ലി അല്ലാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യേണ്ട, സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്. എക്സാമ്പിൾ പറയാം, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പം ഞാനൊരു ഓഫറിൽ എന്ത് ചെയ്യണം, $10,000 TVയും 3 ഇയർ ഫ്രീ സർവീസ് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നത്. 10,000 rupees തന്നു കഴിഞ്ഞാൽ ഞാൻ TVയോടൊപ്പം എന്ത് ചെയ്യുന്നു, 3 ഇയർ സർവീസ് വാറണ്ടിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ഇയർ സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് നില്ലായിട്ട് എൻ്റെ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതിനെന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 10,000 TVക്ക് മാത്രമല്ല 3 ഇയർ സർവീസിനാണ്. അപ്പോൾ ഇത് ഒരു കോംബോ ഓഫറാണ് അല്ലേ. ആ കോംബോ ഓഫറിൽ എത്ര പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്? 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. കാരണം TV യൂണിറ്റ് സെപ്പറേറ്റ് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം, അതേപോലെ സർവീസും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ 2 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 2 സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ കൊടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് ചെയ്യണം. TVക്ക് എത്രയാണ് സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്, സർവീസിന് എത്രയാണ് അത് കാണിക്കണം. അപ്പം ഞാൻ ഓഫറിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാകുമ്പോൾ TVക്ക് ചാർജ് ചെയ്യുന്നത് $7,500 ആണ്. ദെൻ 1 ഇയർ വാറണ്ടി ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഫ്രീ സർവീസ് വാറണ്ടിയാണ്. ഇപ്പോൾ ഫ്രീ സർവീസ് അല്ലാതെ സർവീസ് കൊടുക്കുന്നത് $1,500 ആവും. അങ്ങനെ ആകുമ്പോൾ 3 ഇയറിൽ എത്ര വരുന്നു, $4,500 ആവും. അങ്ങനെ TVക്കും കൂടെ വരുമ്പോൾ എത്ര എനിക്ക് വേണം, 12,000 റവന്യൂ ജനറേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ 10,000 ഓഫറിലാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്, TVക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യും, സർവീസ് ഫ്രീ ആയിട്ട് ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 10,000 ആണ് ഓഫർ പ്രൈസ്. 10,000 ഇൻറ്റു TV യൂണിറ്റിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് 7,500 ഡിവൈഡഡ് ബൈ 12,000.
അപ്പോൾ എത്രയാണ് വരുന്നത്? $6280 എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ TV യൂണിറ്റിന് കാണിക്കേണ്ടത്. സർവീസിൽ എത്ര കാണിക്കും? 10,000 ഇൻറ്റു 4000, ടോട്ടൽ സർവീസ് 4500 ഡിവൈഡഡ് ബൈ ഫുൾ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് 12,000, 3750 കാണിക്കണം. ഈ 3750 എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ 3750 1250 പെർ ഇയറിൽ എന്ത് ചെയ്യുന്നു? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. 3750 3 വർഷത്തേക്കാണ്. അപ്പോൾ 1250 ഇങ്ങനെയാണ് അതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് കണ്ടിട്ട് അതിൻ്റെ ടോട്ടൽ എത്രയാണ് സെപ്പറേറ്റ് ഉള്ളത് അത് കണ്ടിട്ട് അത് ടോട്ടൽ ചെയ്തിട്ട് എന്താണോ കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്രൈസ് എന്താണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ കണ്ടിട്ടാണ് അത് ഇത്രയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ TV എന്ന് പറയുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന 6250, ദെൻ സർവീസ് ഒരു വർഷത്തേക്ക് 1250, മറ്റേതൊക്കെ പിറ്റത്തെ വർഷം. അങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി 5ാമത്തെ സ്റ്റെപ്സ്, ലാസ്റ്റ് സ്റ്റെപ്സ്, റെക്കഗ്നൈസ് റവന്യൂ വെൻ ആസ് എ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്. ഇപ്പോൾ TV ആണ് ഇവിടുത്തെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. TVയുടെ കൺട്രോൾ എവിടേക്ക് പോകണം? കസ്റ്റമറുടെ അടുത്തേക്ക് പോകണം. അപ്പോഴാണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പോയിന്റ് ടൈം അപ്പം തന്നെ നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓവർ ടൈമിൽ ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു റവന്യൂ എന്ന് പറയുന്നത് 6250 TVക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. ദെൻ വാറണ്ടി 4750 എന്ന് പറഞ്ഞു. പക്ഷേ 3750 അത് 3 വർഷം കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്രയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തത്? 6250 പ്ലസ് 1250. സെക്കൻഡ് ഇയറിലാണ് 1250, തേർഡ് ഇയറിലാണ്. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈഡ് ഓവർ ടൈം ആണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇയറിലല്ല അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്പാൻ മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലല്ല, അടുത്ത വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇങ്ങനെ 5 സ്റ്റെപ്സുകളാണ് ഏതിൽ വരുന്നത്? റവന്യൂ റെക്കഗ്നിഷനിൽ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സുകൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് റവന്യൂ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഐഡന്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. കോൺട്രാക്ട് കസ്റ്റമറും ദെൻ ആരാണോ കൊടുക്കുന്നവരെ ഐഡന്റിഫൈ ചെയ്യണം. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഡിറ്റർമിൻ ട്രാൻസാക്ഷൻ പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മോർ ദാൻ 1 പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടാകുമ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് വരുന്നത്. എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. റെക്കഗ്നൈസ് റവന്യൂ എന്ന് പറഞ്ഞു. അടുത്ത് ഇതിൻ്റെ ചെറിയൊരു പാട്ടും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ